മുജാഹിദുകൾ പ്രസംഗിക്കുന്നു. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളാണ് അവർ. നമ്മൾ ആ കാര്യത്തിൽ ഒന്നേ മനസ്സിലാക്കിയിട്ടുള്ളൂ, ഷിർക്കിന്റെ അംശങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് ചെന്ന് പെട്ടുപോകരുത്. ബൗദ്ധൈവ വിശ്വാസികൾ നടത്തുന്ന ചടങ്ങ് നോക്കൂ. ജൂത ക്രിസ്ത്യാനികൾ ജീവിച്ച മദീനയിൽ റസൂൽ ജീവിച്ചിരുന്നു. അവരുടെ ഏത് ആഘോഷത്തിലാണ് നബി പങ്കെടുത്ത് ചോറുന്നത്? നിങ്ങളൊന്ന് പറയും. അവർ മതപരമായി നടത്തുന്ന ഏതൊരു ചടങ്ങ് ചെന്നിട്ടാണ് നബി പങ്കാളിയായത്? അതാണല്ലോ തെളിവ്. അതിന് തെളിവില്ല. മാത്രവുമല്ല, ഷിർക്കിൽ സഹകരിക്കാൻ പാടില്ല. അല്ലെ, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽഉദ്വാൻ. 5-ാം അധ്യായം 2-ാമത്തെ വചനം. ഹദീസുകളിൽ ഒരുപാട് വന്നിട്ടുണ്ട്. മൻ തശബ്ബഹ ഖൗമൻ ഫഹുവ മിൻഹു. നിങ്ങള് അവരുടെ ആഘോഷത്തിലും ആചാരത്തിലും പങ്കുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ ആചാരം അനുഷ്ഠാനം എന്താ? കെട്ടുകഥകളുടെയും ഷിർക്കൻ വിശ്വാസങ്ങളുടെയും ബൗദ്ധൈവ വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉള്ള ആരാധനകളാണ്. ആ ആരാധനയുടെ ഭാഗമായി ആ ആരാധനയിൽ ഊട്ടപ്പെട്ടതിൽ മുസ്ലിങ്ങൾ ചെല്ലരുത് എന്നത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഏത്? ഈമാനിൽ ളുൽമ് കലരാതെ സൂക്ഷിച്ചാൽ ഭയപ്പെടാതെ സ്വർഗത്ത് പോകാന്നാണ് 6-ാം അധ്യായം 82 പറയുന്നത്. വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ളുൽമ് കലരാതിരിക്കുകയും. ഇന്ന ശിർക ലളുൽമുൻ അലീം. അല്ലെ, 31-ാം അധ്യായം 13-ാമത്തെ വചനം. ഏറ്റവും വലിയ അവസ്ഥ എന്താ? ളുൽമ ഏതാ? ഷിർക്ക. ആ ഷിർക്കിൽ ഊട്ടപ്പെട്ട ആഘോഷം. ഇനി ഇതേ ആളുകൾ ചിന്തിച്ചു നോക്ക്, നബിദിനത്തിന്റെ ചോറുന്നാൻ പറ്റുമോ? നേർച്ച, അതുപോലെ മാല പാട്ടുകളുടെ ഇതുപോലുള്ള കാര്യത്തിന്റെ ചോറുന്നാൻ പറ്റുമോ? മൊയ്തീൻ ഷൈന്റെ പേരിൽ നേർന്നിട്ട് മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നു, അവിടെ പോത്താർക്കുന്നു, തിന്നാൻ പറ്റുമോ? അതേ മാനദണ്ഡം എല്ലാ കാര്യത്തിലും മുസ്ലിങ്ങൾ തന്നെ ബൗദ്ധൈവ വിശ്വാസപരമായി നടത്തിയാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മുജാഹിദുകളുടെ തീവ്രവാദമല്ല അത്, ഇസ്ലാമിന്റെ ആദർശകണിശതയാണത്. ഇസ്ലാം അഞ്ജനമെന്നത് ഞാനറിയും, മഞ്ഞൾ പോലെ വെളുത്തിട്ട് എന്ന അവസ്ഥ സീതാബൂദിനെ പോലെയുള്ളവർക്കുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അവർക്കൊക്കെ പ്രകാശവും വെളിച്ചവുമാകാൻ അള്ളാഹുവിന്റെ ദീൻ ഇവിടെയുണ്ട്. അതിനൊരൊറ്റ കാര്യം, പാശ്ചാത്യരും പൗരസ്ത്യരും എഴുത്തുകാരും പത്രപ്രവർത്തകരും എഴുതിയ ബഡായി കിതാബുകൾ വായിക്കാതെ അള്ളാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹിന്റെ സുന്നത്തും വായിച്ചാൽ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖിന ഇമാമ. റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.